നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടത്തി. തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ ഇന്ദു സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ധന വിലവർദ്ധനവിനെതിരെ ഓൾ ഇന്ത്യ കിസാൻ ഖേത് മസ്ദൂർ സംഘടനയുടെ നേതൃത്വത്തിൽ തൊടുപുഴ BSNL ഓഫീസിന് മുന്നിൽ കർഷക ധർണ നടത്തി. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സ്കൂളിൽ എഡ്സ്കോപ്പ് 9 നടപ്പിലാക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അറക്കുളം 12-ാം മൈൽ 14-ാം വാർഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തൊടുപുഴ താലൂക്ക് റൂറൽ മർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്കായി സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച മെസ്കോസ് ഹാളിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് നിർവഹിക്കും. വാർത്തകൾ വിശദമായി. തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ ഇന്ദു സുധാകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സഹകരണ പരിശീലകൻ KV ജയേഷ് കണ്ണൂർ ക്ലാസ് നയിച്ചു. സംസ്ഥാന സഹകരണ യൂണിയൻ പ്രതിനിധി ടോമിച്ചൻ മുണ്ടുപാലം അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്കായി ഭരണസമിതി അംഗങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. യോഗം തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് സർക്കിൾ സഹകരണ യൂണിയന്റെയും താലൂക്ക് തല സർക്കിൾ സഹകരണ യൂണിയനുകളുടെയും ഒക്കെ തന്നെ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സഹകരണ മേഖലയിൽ വേണ്ടുന്നതായിട്ടുള്ള സഹകരണ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സർക്കിൾ സഹകരണ യൂണിയനുകളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും പുതിയ പ്രവണതകളും പുതിയ ആശയങ്ങളും രൂപം കൊള്ളുമ്പോൾ അവയൊക്കെ നല്ല സഹകാരികളുടെ മനസ്സിലേക്ക് എത്തിക്കുവാനും അതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിലവിലുള്ളതായ ശോച്യാവസ്ഥയ്ക്ക് വലിയ പരിഹാരം കണ്ടെത്തുവാനും ഒക്കെയാണ് ഈ ട്രെയിനിങ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ട്രെയിനിങ്ങിൻ്റെ ഒരു ഗൗരവത്തെക്കുറിച്ച് പല ബോർഡ് മെമ്പേഴ്സിനും പല സംഘങ്ങളിലേക്ക് ഞങ്ങൾ വിവരങ്ങൾ കൊടുക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു അതിൻ്റെതായ രീതിയിൽ അവർ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതായ കാര്യത്തിൽ സംശയമുണ്ട്. പ്രമുഖ സഹകരണ പരിശീലകൻ KV ജയേഷ് കണ്ണൂർ ക്ലാസ് നയിച്ചു. സംസ്ഥാന സഹകരണ യൂണിയൻ പ്രതിനിധി ടോമിച്ചൻ മുണ്ടുപാലം അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ മിനി CR, സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ ടോമി കാവാലം, ടോണി തറണിയിൽ, ടോം തോമസ്, കൃഷ്ണൻ കണിയാപുരം, സക്കറിയ M തോമസ്, CK നസീർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് സൂപ്രണ്ട് റഫീഖ് KB, സംസ്ഥാന സഹകരണ യൂണിയൻ ഇൻസ്ട്രക്ടർ രേഷ്മ മനോഹരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇന്ധന വിലവർദ്ധനവിനെതിരെ സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്ത കർഷക പ്രതിഷേധത്തിന്റെ ഭാഗമായി ഓൾ ഇന്ത്യ കിസാൻ ഖേത് മസ്ദൂർ സംഘടനയുടെ നേതൃത്വത്തിൽ തൊടുപുഴ BSNL ഓഫീസിന് മുന്നിൽ കർഷക ധർണ സംഘടിപ്പിച്ചു. AIKKMS സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി സംസ്ഥാന ജനറൽ കൺവീനറുമായ S രാജീവൻ കർഷക ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടന ഇടുക്കി ജില്ലാ സെക്രട്ടറി MB രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. പെട്രോൾ, ഡീസൽ, പാചകവാതകം, രാസവളം എന്നിവയുടെ ഭീമമായ വിലവർദ്ധനവ് പിൻവലിക്കുക, ഉൽപാദന ചെലവിന്റെ 1.5 മടങ്ങ് അടിസ്ഥാന താങ്ങുവില നിയമം വഴി ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ദേശീയ പ്രക്ഷോഭം. തൊടുപുഴ BSNL ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച ധർണ AIKKMS സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരയിൽ സിൽവർ ലൈൻസ് വിരുദ്ധ സമരസമിതി സംസ്ഥാന ജനറൽ കൺവീനറുമായ S രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കാലാകാലങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു യുദ്ധമില്ലാത്തപ്പോഴും ക്രൂഡ് ഓയിലിന് വില വർദ്ധിക്കാത്തപ്പോഴും ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില ഇടിയുമ്പോഴും ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച ചരിത്രമുണ്ട്. അപ്പോ ഇപ്പൊ ഈ പറയുന്ന ന്യായത്തിനൊന്നും ഒരു കാരണവുമില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ ഗവൺമെന്റ് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഇങ്ങനെ സംഘർഷത്തിലേക്ക് പോകും എന്ന് കരുതിക്കൊണ്ട്, പ്രശ്നത്തിലേക്ക് പോകുമെന്ന് കരുതിക്കൊണ്ട് പല രാജ്യങ്ങളും മുന്നൊരുക്കങ്ങൾ നടത്തിയതായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കുന്നത്. AIKKMS ഇടുക്കി ജില്ലാ സെക്രട്ടറി MB രാജശേഖരൻ അധ്യക്ഷനായി. ഭരണാധികാരികളുടെ കർഷക വിരുദ്ധ നയങ്ങളെ തിരുത്താൻ ദില്ലി കർഷക സമരവും കേരയിൽ വിരുദ്ധ സമരവും ആശാ സമരവും കാട്ടിത്തന്ന മാർഗത്തിലൂടെ സംഘടിച്ച് മുന്നേറണമെന്ന് S. രാജീവൻ ഓർമ്മിപ്പിച്ചു. സാമ്രാജ്യത്വ കൊള്ളക്കാരുടെ തലവനായ ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുന്ന മോദി സർക്കാരിന്റെ നിലപാട് ഇന്ത്യയുടെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിന് നിരക്കാത്തതാണ്. ഇന്ധന വിലവർദ്ധനവ് തടയാൻ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുകയും വില തോന്നിയതുപോലെ വർദ്ധിപ്പിക്കാൻ കമ്പനികൾക്ക് നൽകിയ അവകാശം തിരിച്ചെടുക്കുകയും വേണം. മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ, പ്രൊഫസർ ജോയി മൈക്കിൾ, TJ പീറ്റർ, ജോസ് ചുവപ്പുങ്കൽ, EN ചന്ദ്രബോസ്, CBC മാത്യു, MN അനിൽ, N വിനോദ് കുമാർ, ജോയി പുളിയമാക്കൽ, ബേബി വടക്കേക്കര, ജെയിംസ് കോലാനി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സ്കൂളിൽ എഡ്സ്കോപ്പ് 9 നടപ്പിലാക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളുടെ സമഗ്രമായ ഭാവിക്കായി തയ്യാറാക്കിയിരിക്കുന്ന നൂതന വിദ്യാഭ്യാസ രീതിയിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഈ സോഫ്റ്റ്വെയർ. പ്രശസ്ത അന്താരാഷ്ട്ര സോഫ്റ്റ്വെയർ വികസന കമ്പനിയായ VCode ആണ് ഈ അത്യാധുനിക മൂല്യനിർണ്ണയ സോഫ്റ്റ്വെയർ ഡിജിറ്റലായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് VK ബിജു, സെക്രട്ടറി പത്മഭൂഷൺ, പ്രിൻസിപ്പൽ ഡോക്ടർ വിധു P. നായർ, മാനേജ്മെന്റ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി TS കൃഷ്ണകുമാർ, രക്ഷാധികാരിയും അക്കാദമിക് കൗൺസിൽ അംഗവുമായ PG ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. ഈ സോഫ്റ്റ്വെയർ വഴി നമ്മൾ ലക്ഷ്യമിടുന്നത് അവരിൽ എന്തുമാത്രം ശാസ്ത്രബോധം ഉണ്ടായിട്ടുണ്ട്. അത് ഗണിതശാസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് സയൻസ് വിഷയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഭാഷയെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ ലാംഗ്വേജ് സംബന്ധിച്ചാണെങ്കിലും സാധാരണ നമ്മൾ ലാംഗ്വേജ് അറിയാം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ ആൾക്ക് അക്ഷരങ്ങൾ അറിയാം, അത് പറയാനറിയാം, എഴുതാനറിയാം. ഇതാണ് സാധാരണ ഭാഷയെ സംബന്ധിച്ച് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അതിനപ്പുറം ഒരു ഭാഷാബോധം ആ കുട്ടിയിൽ എന്തുമാത്രം ഉണ്ട്, അല്ലെങ്കിൽ ആ ഭാഷയെ ഏതൊക്കെ രീതിയിൽ കുട്ടിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും, ഇതാണ് ഈ സോഫ്റ്റ്വെയർ വഴി കണ്ടെത്താൻ പറ്റുന്നത്. ഒരു 9 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ വിധു P. നായർ, അദ്ദേഹം ആണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. വേറൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയായിട്ട് ചേർന്നുകൊണ്ട് അദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മാർക്കിനൊക്കെയുള്ള പ്രസക്തി നഷ്ടപ്പെടുന്ന കാലത്ത് മാത്രമല്ല, ഇപ്പോൾ ഈ നമ്മൾ അളക്കുന്ന പല സാധനങ്ങളും ഒരു 20 വർഷം കഴിയുമ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ടാവില്ല. പഠിപ്പിക്കുന്നതിനൊരു പ്രസക്തി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പം 2046 ആകും ഈ വർഷം ഒടുങ്ങി ചേർന്ന കുട്ടി പുറത്തിറങ്ങുന്നു. ആ കുട്ടി ഇറങ്ങുന്ന സമയത്ത് ഈ 2046 ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്തായിരിക്കും ഈ നാട്ടിലുണ്ടാവുക, എന്ത് ജോലി ഉണ്ടാവുക? പത്രപ്രവർത്തകർ തന്നെ ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഈ ഒരു ഷേപ്പിൽ, അല്ലേ? എല്ലാ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ എഴുത്ത് രീതിയിലും കണ്ടമാനം മാറ്റം ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ മൊബൈലിലൊക്കെ ഒരു നീണ്ട മെസ്സേജൊക്കെ വായിക്കുന്ന കാലം പോയല്ലോ, ഒരു തൊഴിൽ നമ്മൾ വായന നിർത്തും. അതുപോലെ എഴുത്തും നമ്മൾ പഠിച്ച കാലത്തൊക്കെ വലിയ നീണ്ട വർണ്ണനകളും ഒക്കെ നടത്തിയ ആൾക്കാരാണ് നമ്മൾ. ഇനിയുള്ള കാലത്ത് ഒരു ഏറ്റവും ചെറിയ വാക്കുകളിൽ ഏറ്റവും കൂടുതൽ ആശയം പറയുകയും എഴുതുകയും ചെയ്യുന്ന ഒരു കാലത്തേക്കാണ് പോകുന്നത്. തൊടുപുഴ താലൂക്ക് റൂറൽ മർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്കായി സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം മെയ് 30 ശനിയാഴ്ച മെസ്കോസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വെച്ച് കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് നിർവഹിക്കും. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുക്കും. തൊടുപുഴ താലൂക്ക് റൂറൽ മർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്കായി സ്വർണ്ണ പണയ വായ്പാ പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം മെയ് 30 ഉച്ചകഴിഞ്ഞ് 2:30 മെസ്കോസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വെച്ച് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് നിർവഹിക്കും. സംഘം പ്രസിഡന്റ് ജയകൃഷ്ണൻ പുതിയടത്ത് അധ്യക്ഷനായിരിക്കും. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകർ,
സംഘം ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. സംഘത്തിലെ സഹകാരികൾക്കായി 5000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള വായ്പാ പദ്ധതിയാണ് തുടക്കത്തിൽ നൽകുന്നത്. 3 മാസം വരെയുള്ള സ്കീമിൽ 10% വാർഷിക പലിശ നിരക്ക്. 6 മാസം വരെയുള്ള സ്കീമിൽ 11% പലിശ നിരക്ക്. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സാജു കുന്നേമുറിയിൽ സ്വാഗതം ആശംസിക്കും. മുനിസിപ്പൽ വൈസ് ചെയർമാൻ കെ ദീപക്, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ ഇന്ദു സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് അൻഷാദ് തുടങ്ങിയവർ പ്രസംഗിക്കുമെന്ന് പ്രസിഡന്റ് ജയകൃഷ്ണൻ പുതിയടത്ത്, സെക്രട്ടറി അജ്മൽ എം അസീസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അറക്കുളം 12-ാം മൈൽ 14-ാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വാർഡ് മെമ്പർ ബിജു കാനക്കാട്ട് നേതൃത്വം നൽകി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജി പി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ്, മെമ്പർമാരായ NK അനിൽകുമാർ, PA വേലുക്കൂട്ടൻ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരും നാട്ടുകാരും പങ്കാളികളായി. തോപ്രാംകുടി പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഇടവച്ചോതി മഹോത്സവത്തിന് തുടക്കമായി. ആർഷവിദ്യാപീഠം ആചാര്യന്മാരും സാധകരും പ്രത്യേകം ചിട്ടപ്പെടുത്തിയ ഉത്സവ പൂജാകർമ്മങ്ങൾക്ക് ആശ്രമം തന്ത്രി നിമേഷ് പള്ളത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മെയ് 29, 30, 31 എന്നീ ദിവസങ്ങളിലായാണ് പെരുംതൊട്ടി ശക്തിപുരം ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഇടവച്ചോതി മഹോത്സവവും പ്രതിഷ്ഠാ വാർഷികവും ധർമാനുഷ്ഠാന യജ്ഞവും നടക്കുന്നത്. രാവിലെ 5:30 ഉത്സവ പൂജാ ചടങ്ങുകൾ ആരംഭിച്ചത്. പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, പ്രായശ്ചിത്ത പാരായണം, കുട്ടികളുടെ സമ്പൂർണ്ണ വിജയത്തിനായുള്ള മഹാസരസ്വതി പൂജ, മംഗളാരതി എന്നീ പൂജാ ചടങ്ങുകൾ നടന്നു. ആശ്രമം തന്ത്രി നിമേഷ് പള്ളത്ത് പൂജാകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആർഷവിദ്യാപീഠം മാർഗദർശക് വിനോദ് നാരായണൻ, കൃപാനന്ദ സരസ്വതി സ്വാമികൾ, വിശ്വാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരളത്തിലെ വെണ്ണക്കൽ വിഗ്രഹ പ്രതിഷ്ഠയുള്ള ഏകക്ഷേത്രം എന്ന ഖ്യാതിയുള്ള ആയിരവല്ലിക്കാവിൽ ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക കലശപൂജയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. 29, 30, 31 തീയതികളിലായിട്ട് നടക്കുന്ന വാർഷിക കലശത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഭക്തജനങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു തരുന്ന ആയിരവല്ലിക്കാവിൽ അമ്മയുടെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ കലശപൂജയിലും കലശാഭിഷേകത്തിലും പങ്കെടുത്തു വരുന്നു.
ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയിൽ, കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി പാലക്കാട്ട്, ലിജോ മുണ്ടപ്ലാക്കൽ, കെ രാജൻ, ബിജു കൂട്ടുപുഴ, നന്ദകുമാർ, സാജു പഴപ്ലാക്കൽ, ടി.കെ. സുജിത്ത്, ബാബു കൊച്ചുപുര ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. നരേന്ദ്രമോദി സർക്കാർ അമിതമായി വർദ്ധിപ്പിക്കുന്ന പെട്രോൾ ഡീസൽ പ്രതിനിധികളെ കേരളത്തിലെ മുഴുവൻ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജാക്കാട് പഞ്ചായത്തിലും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പെട്രോളിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 106 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെട്രോൾ ഇന്ന് 115 രൂപയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്രൂഡോയിലിൻ്റെ വില അമിതമായി വർദ്ധിച്ചിട്ടില്ല. എന്നിട്ടും ഈ യുദ്ധത്തിൻ്റെയും ക്രൂഡോയിലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ക്രമാതീതമായി ഇങ്ങനെ പെട്രോളിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ നടുവൊടിക്കുന്ന രീതിയിലുള്ള വിലവർദ്ധനമാണ് ഇവിടെ നടക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സ്വകാര്യ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു. മുൻ കോതമംഗലം നഗരസഭാ ചെയർമാൻ A.G. ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ പ്രമുഖ ബിസിനസ് ശൃംഖലയായ EVM ബിസിനസ് ഗ്രൂപ്പായ EVM ഗ്രൂപ്പിന്റെ ചെയർമാൻ EM ജോണിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രധാനമായും മത്സര രംഗത്തുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റ്, സംസ്ഥാന ജില്ലാ ഭാരവാഹി എന്ന നിലയിൽ ഏറെക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമാണ് EM ജോണിക്കുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സ്വകാര്യ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു. മുൻ കോതമംഗലം നഗരസഭാ ചെയർമാൻ A.G. ജോർജ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജോണിച്ചേട്ടനെ നിർബന്ധിച്ച് നിർത്താനുള്ള ചില സാഹചര്യങ്ങളില്ല. കാരണം ഒട്ടനവധി പ്രതിസന്ധികൾ നമ്മുടെ കച്ചവടക്കാർ നേരിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കാലഘട്ടം. അതിന് വരാനിരിക്കുന്നു. കാരണം ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കാൻ പോകുന്നു, പിന്നെ അതുപോലെ മാർക്കറ്റിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ പരിപാടിക്കെല്ലാം തന്നെ ഈ കച്ചവടക്കാരെ സഹായിക്കണമെങ്കിൽ ശക്തമായ രീതിയിലേക്കുള്ള ഒരു കമ്മിറ്റി മർച്ചൻസിന് ആവശ്യമാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ, വനിതാ വിംഗ് ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലും മാർക്കറ്റ് സ്റ്റാളുകളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സന്ദർശിച്ച് പിന്തുണ തേടി. ജൂൺ 2-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് നേടി ഇടുക്കി ജില്ലയുടെ ഏക അഭിമാന താരമായി മാറിയിരിക്കുകയാണ് കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി സയൻസ് വിദ്യാർത്ഥിനി MA മെഹ്രീൻ ഫാത്തിമ. മങ്ങാട്ടുകവല വെറ്റിനറി കേന്ദ്രത്തിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, മുളപ്പുറം കോട്ടക്കവലയിൽ മാഞ്ഞുമറ്റത്തിൽ അജീവിന്റെയും ആലക്കോട് കോപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരി സജീനയുടെയും 2 മക്കളിൽ മൂത്ത മകളാണ് മെഹ്രീൻ ഫാത്തിമ. സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ MA നെസ്രീൻ ഫാത്തിമയാണ് സഹോദരി. പരീക്ഷകളിൽ യാതൊരുവിധ ഗ്രേസ് മാർക്കുകളുടെയും ട്യൂഷൻ്റെയും സഹായമില്ലാതെയാണ് മെഹ്രീൻ ഈ തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയതെന്ന് മാതാപിതാക്കൾ പറയുന്നു. SLCക്ക് കുഴപ്പമില്ലായിരുന്നു, എല്ലാത്തിനും A+ മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഹെഡ് മാഷ് സജി സാറും അവരെല്ലാം വലിയ സപ്പോർട്ടൊക്കെ ചെയ്ത് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പുള്ളിക്കാരി പഠിക്കാൻ കുറച്ചുകൂടെ ഒരു ആവേശമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി +1-ലും ഫുൾ മാർക്ക് ആയിരുന്നു. അങ്ങനെയാണ് +2-ലെത്തി. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഒരു ഫുൾ മാർക്കിലേക്ക് എത്തിപ്പെട്ടു. ഭാഗ്യവും പിന്നെ അധ്വാനവും. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അധ്വാനിച്ച് പഠിക്കുന്ന ഒരാളായതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം തമ്പുരാൻ കൊടുത്തു. അതിൽ സന്തോഷം. അവൾ നല്ലപോലെ പഠിക്കുമായിരുന്നു. ഒരു LKG തൊട്ട് 3ാം ക്ലാസ് വരെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പഠിക്കും. പിന്നെ അവളുടെ ഒരു ഇതെന്ന് വെച്ചാൽ അവൾ നമ്മൾ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവൾ പഠിച്ചു കഴിയുന്നോടം വരെ നമ്മുടെ കൂടെ ഇരിക്കും. അപ്പോൾ തന്നെ നമുക്കൊന്നും പഠിപ്പിക്കാൻ തോന്നും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവൾ തന്നെ പഠിച്ചു തുടങ്ങി. അതേ ലെവലിൽ തന്നെ പുള്ളിക്കാരി എല്ലാം ഇരുന്ന് പഠിച്ച് തീർത്തിട്ടാണ് പുള്ളിക്കാരി ഏൽക്കുള്ളൂ. പയ്യെ ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നെങ്കിലും അത് സമയമെടുത്താണ് പുള്ളിക്കാരി പഠിക്കുകയുള്ളൂ. ചേച്ചിയുടെ വിജയത്തെപ്പറ്റി നെസ്രീൻ പറയുന്നത് ഇങ്ങനെ: മാമി അതുപോലെ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയും, എനിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് പറയും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നല്ല വഴക്കം ഉണ്ടാവാറുണ്ട്.
2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പഴയ പോലെ ആവും. ദിവസവും രാവിലെ 5-ന് ഉണർന്ന ചിട്ടയായ പഠനമാണ് തന്നെ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചതെന്നും തൻ്റെ ഈ വലിയ വിജയത്തിന് പിന്നിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിസോയ് സാറും ഹെഡ് മാസ്റ്റർ സജി സാറും ഹൈസ്കൂൾ +2 അധ്യാപകരും ഒപ്പം ചങ്കുകളായ കൂട്ടുകാരന്മാരും നൽകിയ പിന്തുണ വളരെ വലുതാണെന്നും ഈ മിടുക്കി നന്ദിയോടെ പറയുന്നു. 8ാം ക്ലാസ് ആയപ്പോൾ ഞാൻ സെൻറ്റ് ജോസഫിലേക്ക് വന്നു. അപ്പോൾ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ഭയങ്കര നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സായിരുന്നു. പിന്നെ ഹെഡ് മാസ്റ്റർ സജി സാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് +1 സെൻറ്റ് ജോസഫിൽ തന്നെയായിരുന്നു ചേർന്നത്. അപ്പം പ്രിൻസിപ്പൽ ബിസോയ് സാറ് എല്ലാ കാര്യത്തിലും കൂടെ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗൺ ആവുകയാണെങ്കിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും കൂടെ വന്നിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സും സെൻറ്റ് ജോസഫിലാണെങ്കിലും എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. കരിമണ്ണൂർ നിർമ്മല പബ്ലിക് സ്കൂളിൽ പഠനം ആരംഭിച്ച മെഹറിൻ ഹെഡ് മാസ്റ്റർമാരായ സിസ്റ്റർ ജോയ്സിയും ബിനോജ് സാറും തനിക്കുള്ള പാഠ്യേതര വിഷയങ്ങളിലുള്ള കഴിവുകൾ തേച്ചുമിനിക്കുമെന്നും തനിക്ക് പ്രസംഗത്തിലും നിരവധി സമ്മാനങ്ങൾ നേടുന്നതിന് അവസരം ഒരുക്കി തന്നിരുന്നുവെന്നും പറയുന്നു. പഠനത്തിൽ മാത്രമേ ശ്രദ്ധയുണ്ടായിരുന്ന തനിക്ക് സ്കൂളിൽ നടത്തിയ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നതിനും അതിൽ നിരവധി സമ്മാനങ്ങൾ നേടുന്നതിനും അവസരങ്ങൾ ലഭ്യമാക്കിയെന്നും മെഹറിൻ ഫാത്തിമ പറയുന്നു. കരിമണ്ണൂർ സെൻറ്റ് ജോസഫ്സ് സ്കൂളിൽ നിന്ന് തന്നെ ഫുൾ A+ഓടെയായിരുന്നു 10ാം ക്ലാസ്സും പാസ്സായത്. തുടർ പഠനത്തിന്റെ ഭാഗമായി മെഡിക്കൽ രംഗത്തേക്ക് കടക്കാനാണ് താല്പര്യമെന്നും ഇതിനായി നീറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണെന്നും ഇടുക്കി ജില്ലയ്ക്കും കോതമംഗലം രൂപതയ്ക്കും അഭിമാനമായി മാറിയ ഈ കൊച്ചുമിടുക്കി പറയുന്നു. തങ്ങളുടെ കൊച്ചുമിടുക്കിയെപ്പറ്റി ഹെഡ് മാസ്റ്റർ സജി സാർ, പ്രിൻസിപ്പൽ ബിസോയ് സാർ എന്നിവർ പറയുന്നത് ഇങ്ങനെ. ഇവിടെ UP ക്ലാസ് മുതൽ പഠിച്ചു വന്ന മെഹറിന് 1200 മാർക്ക് കിട്ടിയെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഏവർക്കും ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. കാരണം ചെറിയ ക്ലാസ് മുതൽ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് നന്നായി പഠിച്ച് അധ്യാപകരോടും കുട്ടികളോടൊക്കെ വളരെ സോഷ്യലായിട്ട് ഇടപെടുന്ന ഒരു പ്രകടനമായിരുന്നു മെഹറിനുണ്ടായിരുന്നത്. വളരെ കൂളായിട്ട് എന്തിനേയും നേരിട്ട് മുന്നോട്ട് പോയി. എന്തായാലും വലിയൊരു കഠിന പരിശ്രമത്തിൻ്റെ പരിസമാപ്തിയാണ് 1200 മാർക്ക് മേടിച്ചു എന്നുള്ളത്. അത് സ്കൂളിനും ഈ നാടിനും ഒക്കെ ഏറെ അഭിമാനകരമാണ്. പഠനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രകടനമായിരുന്നില്ല. എല്ലാ സ്കൂളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ശാസ്ത്രമേളകളിലും കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രകടനവും കൂടിയായിരുന്നു. ഇതെല്ലാം അങ്ങനെ എല്ലാ തരത്തിലും മെഹറിന് ജീവിതത്തിൽ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുവാൻ ഇത് മുതൽക്കൂട്ടാകുന്ന കാര്യം സംശയമില്ല. അങ്ങനെ നമ്മുടെ സ്കൂളിനും നമ്മുടെ നാടിനുമൊക്കെ ഭാവി വാഗ്ദാനമായിട്ട് മെഹറിൻ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു വിജയം നേടിയതിൽ കരിമണ്ണൂർ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വളരെയധികം ആഹ്ലാദിക്കുന്നു, അഭിമാനിക്കുന്നു. ഫസ്റ്റ് ഇയറിലും ഈ കുട്ടിക്ക് ഫുൾ മാർക്കായിരുന്നു. നല്ല ആത്മവിശ്വാസത്തോടു കൂടി അധ്യാപകരോടും മാതാപിതാക്കളോടും എല്ലാം ഷെയർ ചെയ്ത് അവരിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിക്കുകയും അനുസരിക്കുകയും കഠിനമായി അധ്വാനിക്കുകയും ചെയ്താണ് മെഹ്റിൻ ഈ ഒരു വിജയം നേടിയത്. ഞങ്ങൾക്കെല്ലാം അഭിമാനമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. +2 പരീക്ഷയിൽ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച വിജയം. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ നിന്നും കൃഷ്ണപ്രിയ വിമൽ, റോഷ്നി ഷാജി, ആഷ്ന ജോഷി, M മുരുകലക്ഷ്മി, വൈഗ സജിമോൻ എന്നീ കുട്ടികളും കൊമേഴ്സിൽ നിന്നും ആദ്യ സന്തോഷ്, സയൻസിൽ നിന്നും മിലൻ ക്രിസ് ജിം, അഗസ്റ്റീന ഷാജി തുടങ്ങിയവരും എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടി ഇടുക്കി ജില്ലയ്ക്ക് അഭിമാനമായി മാറിയ കരിമണ്ണൂർ കോട്ടക്കവല സ്വദേശിനി മെഹറിൻ ഫാത്തിമയെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി വീട്ടിലെത്തി അഭിനന്ദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഒപ്പമുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട്, വൈസ് പ്രസിഡന്റ് റീന സോജൻ, കോട്ടക്കവല വാർഡ് മെമ്പർ മാത്യു തോമസ്, കോൺഗ്രസ് നേതാക്കളായ ജോൺ നെടിയപാല, മണ്ഡലം പ്രസിഡന്റ് ബേബി തോമസ്, ജോസ് ഊരേക്കാട്ടിൽ, AN ദിലീപ് കുമാർ, ജോളി അഗസ്റ്റിൻ, ടോമി മാത്യു, NK കരീം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 1200-ൽ 1200 മാർക്ക് ജില്ലയിൽ തന്നെ അത് ലഭിച്ചിട്ടുള്ള ഏക വിദ്യാർത്ഥിനി എന്നുള്ള നിലയിലാണ്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞ വിജയമാണ്. ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. അപ്പോൾ മിടുക്കിമാരിൽ മിടുക്കിയായിട്ടുള്ള ഈ നാടിൻ്റെ അഭിമാനം കാത്ത പ്രിയപ്പെട്ട മെഹറിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഹയർ സെക്കൻഡറി റിസൾട്ട് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വിജയ ശതമാനത്തിൽ 1ാം സ്ഥാനത്താണ് നമ്മൾ. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ നാടിനെ കൈപിടിച്ചുയർത്തിയ ഇന്നത്തെ തലമുറ, ഭാവി തലമുറ എന്ന് നമ്മൾ പറയും, തീർച്ചയായും വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് നമുക്ക് കൈവരിച്ച് തന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും അതോർത്ത് അഭിമാനിക്കുകയാണ്. ഈ മഹാവിജയത്തിൽ
ഈ ജില്ലയെ മുന്നിൽ നിന്ന് നയിച്ചത് മെറിൻ ഫാത്തിമയാണ് എന്ന് പറയുമ്പോഴാണ് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ മഹാത്മ്യം ഇവിടെ പൂർണ്ണമാകുന്നത്. എല്ലാ അർത്ഥത്തിലും 1000 ആശംസകൾ മെറിൻ ഫാത്തിമയ്ക്ക് നേരുന്നു. ഇതിനേക്കാൾ മികച്ച വിജയം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. എല്ലാ അർത്ഥത്തിലും മെറിൻ ഫാത്തിമയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഈ നാട്ടുകാർക്കും 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. നന്ദി. വിവാഹ വാർത്ത. മുള്ളരിങ്ങാട് മാക്കിൽ മാധവൻ സരോജിനി ദമ്പതികളുടെ മകൻ വിഷ്ണു എം മാക്കിലും മൂവാറ്റുപുഴ കിഴക്കേക്കര പഴയിടത്ത് ദാസ് ശ്രീലത ദമ്പതികളുടെ മകൾ ഗോപികയും കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി. Golden dreams. With every trial, we grew stronger still. You taught me love isn't just a word. It's in the moments, it's in what's heard. A melody that bends to match our പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടത്തി. തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ ഇന്ദു സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ധന വിലവർദ്ധനവിനെതിരെ ഓൾ ഇന്ത്യ കിസാൻ ഖേത് മസ്ദൂർ സംഘടനയുടെ നേതൃത്വത്തിൽ തൊടുപുഴ BSNL ഓഫീസിന് മുന്നിൽ കർഷക ധർണ നടത്തി. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സ്കൂളിൽ എഡ്സ്കോപ്പ് 9 നടപ്പിലാക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അറക്കുളം 12-ാം മൈൽ 14-ാം വാർഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തൊടുപുഴ താലൂക്ക് റൂറൽ മർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്കായി സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച മെസ്കോസ് ഹാളിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് നിർവഹിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.